ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റെഡിമെയ്ഡ് ടോപ്പിലേക്ക് ഒരു ഫീഡിങ് സിബ്ബാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതും നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു വേയിലാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് അത് നിങ്ങളിലേക്കും കൂടി ഒന്ന് എത്തിച്ചേക്കാന്ന് കരുതിയത്. ഈ ഒരു മെത്തേഡിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ബുദ്ധിയിൽ വന്ന ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ആരെങ്കിലും ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ജാക്കറ്റ് മോഡൽ വരുന്ന ഒരു ടോപ്പായിരുന്നു. ഈ ഒരു ഭാഗം ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഞാൻ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ദാ ഒരു ഭാഗത്ത് സിബ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതുപോലുള്ള ഇൻവിസിബിൾ സിബ്ബാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു സിബ് ഇതിലേക്ക് പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ താഴത്തെ ഭാഗം കൂടി പിൻ ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് വെക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് എത്രയാണോ നമുക്ക് സിബിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഷോൾഡറിൽ നിന്ന് 12.5 ഇഞ്ച് താഴത്തേക്കാണ് സിബ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ യോക്കിൻ്റെ ആ ഒരു സ്റ്റിച്ച് വന്നതിൽ നിന്ന് 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു സിബ് എടുക്കുക. സിബ് നമ്മൾ താഴത്ത് നിന്ന് മുകളിലേക്ക് വരുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സിബ് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമ്മളിങ്ങനെ ഒന്ന് ഓപ്പണും ക്ലോസ് ആക്കിയിട്ട് നോക്കണം. എന്നിട്ട് നമുക്ക് ആദ്യം സിബിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ജസ്റ്റ് ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാകുമ്പോൾ നമ്മുടെ സിബ് ഇതുപോലെയാണ് വരേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു ഭാഗം ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് തിരിച്ചു വെച്ച് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു ഭാഗം നേരെ തിരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെക്കുന്ന സ്റ്റെപ്പ് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടാകുമ്പം നമ്മുടെ ഈ ഒരു സിബ് ഇതുപോലെ അതിൻ്റെ ആ ഒരു പല്ല് 2 സൈഡിലേക്കായിട്ടും ഒരു മറ്റേ ഭാഗം രണ്ടും കൂട്ടി മുട്ടിയിട്ടുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം സിബ് ലെവലാക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. മുകളിൽ വരെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. നടുവിലെ ആ ഒരു ഭാഗം രണ്ടും കൂട്ടിമുട്ടിയിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോഴേ എൻ്റെ ഈ ഒരു ട്രിക്ക് ഇതിൽ വർക്കാവത്തുള്ളൂ. അപ്പം ഞാൻ ഷോൾഡറിൽ നിന്ന് 1 ഇഞ്ച് താഴത്തേക്ക് വരുന്ന രീതിക്ക് പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിഗ്സാഗ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ്. അപ്പം ഈ ഒരു അല്ലൂർ ഡീലക്സ് മെഷീനിൽ സ്റ്റിച്ച് സെലക്ടർ സീൽ വെക്കുമ്പോഴാണ് സിഗ്സാഗ് സ്റ്റിച്ചസ് നമുക്ക് കിട്ടുക. നമ്മൾ ഈ ഒരു സിബ് പിൻ ചെയ്ത് വെച്ച ആ ഒരു സെൻറ്ററിലൂടെ 2 സിബിലേക്കും സ്റ്റിച്ച് വരുന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു സിഗ്സാഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു സിബ് അവിടെ അനങ്ങാണ്ടിരുന്നോളും. ഇനി നോർമൽ മെഷീനിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ സിഗ്സാഗ് സ്റ്റിച്ചിന് പകരം 2 സൈഡിലുമായിട്ട് നമ്മൾ നോർമലായിട്ടുള്ള സ്ട്രെയിറ്റ് സ്റ്റിച്ചസ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് ചെയ്യുമ്പോൾ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് 2 ഭാഗവും അവിടെ സ്റ്റിച്ചായിട്ട് കിട്ടും. അപ്പം നമ്മളിതാ ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിംഗിൾ ഫൂട്ടർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു സിബിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിബ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ 2 വശത്തേക്കും സിബ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സിബ് ലെവൽ തെറ്റിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കാർഡ്ബോർഡ് ഒന്നും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു
സിബിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് പൊക്കി പിടിച്ചതിന് ശേഷം ഇതിൻ്റെ നടുക്കിൽ ആദ്യം ഒരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു കത്രിക വെച്ചിട്ട് ആ ഒരു സെൻറ്ററിലൂടെ താഴെ വരെ കട്ടിട്ട് കൊടുക്കാം. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതുവരെ മാത്രമേ കട്ടിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മൾ കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സിബിനെ നമുക്കിനി ഉൾവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അവിടെ ഒരു ഇങ്ങനെ പിരിഞ്ഞ പോലെ ഉണ്ടാവും, അതും ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് ആ ഒരു സിബിൻ്റെ നമ്മുടെ തുണിയുടെ ഒരു ഉള്ളിലൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ ഒരു റണ്ണറിനെ ഇതുപോലെ പുറത്തേക്ക് എടുത്തിട്ട് വലിച്ചാൽ നമ്മുടെ ഇൻവിസിബിൾ സിബ് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കട്ടിട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പോയിന്റിൽ കട്ടിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിടുന്ന സമയത്ത് അവിടെ ഒരു കൂടി നിൽക്കുന്ന കണക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കട്ടിട്ട് കൊടുത്താൽ അത് ലെവലായിക്കോളും. എന്നതിന് ശേഷം താഴെ ഭാഗത്തെ ഇതും കൂടി നമുക്ക് ഉള്ളിലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ബ്ലറായിട്ടുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ ഭാഗവും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ദാ ഇവിടെ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ സാധിക്കും. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഇതുപോലെ സിബ് ഒന്ന് പൊക്കി പിടിച്ചിട്ട് ആ ഒരു നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു അടയാളം ഉണ്ടാവും, അതിന് കണക്കാക്കി പിടിക്കുക. നമ്മളത് സിബ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കാണും. ആ ഒരു ഗ്യാപ്പ് നമുക്ക് ചെറുങ്ങനെ ഒരു ടക്ക് ഇട്ട് കൊടുത്തിട്ട് അവിടെ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ കറക്റ്റാക്കി പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു താഴേക്ക് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ, ക്ലിയർ ആകുന്നുണ്ടെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ അതുപോലെ ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ ഫിൽ ആയിക്കോളും. ഷോൾഡറിൻ്റെ മുകളിലേക്കും ഇതൊരു ഗ്യാപ്പ് ഉണ്ടാവും, അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല, കാരണം ഇതിനൊരു ജാക്കറ്റ് പോലെ വരുന്നുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഷോൾഡറൊന്നും കാണില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് നീറ്റായിട്ട് നമ്മുടെ ഇൻവിസിബിൾ സിബ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടമായി, ഇനി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.